പണ്ട് മുതൽക്കേ വാദപ്രതിവാദങ്ങളിലൊക്കെ വ്യവസ്ഥ എഴുതുമ്പോൾ ആദ്യമായി എഴുതുന്ന വിഷയം മൊയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന അത് ശിർക്കാകുന്നു. എന്നാൽ മുജാഹിദ് വാദം. അതേ സമയത്ത് സുന്നി എന്ന് അവകാശപ്പെടുന്ന, സുന്നി എന്നവരെ കുറിച്ച് പറയാൻ പാടില്ല, കാരണം അവർക്ക് സുന്നത്തിന് ഇല്ലാത്ത ഒരുപാട് ബിദ്അത്തുകൾ, ഉടുക്കാനും പുതക്കാനും വിരിക്കാനും ബിദ്അത്തുള്ള കൂട്ടരാണ് ഞങ്ങൾ സുന്നിയാന്നും പറഞ്ഞ് നടക്കുന്നത്. ഉമർ മൗലവി റഹിമഹുല്ല പറഞ്ഞതുപോലെ പല്ലില്ലാത്തവനെ പല്ലൻ എന്ന് വിളിക്കുന്നത് പോലെയാണ് കേരളത്തിലെ സുന്നികളെ സുന്നി എന്ന് വിളിക്കുന്നത്. ഏതായാലും അങ്ങനെ പറഞ്ഞാൽ സുന്നി എന്ന് പറയുമ്പോൾ സിംഗിൾ കൊട്ടേഷനിൽ മനസ്സിലാക്കുക. കേരള സുന്നി അവർ പറയണ ആ സുന്നി യഥാർത്ഥ ഇസ്ലാമിലെ സുന്നി അല്ല. ഏതായിരുന്നാലും അവരെ വാദം എന്താ? മൊയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മഹാന്മാരോടുള്ള ഇസ്തിഗാസ അത് ജായിസാകുന്നു. ജായിസ് എന്ന് പറഞ്ഞ് കുറെ കാലം നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം ജായിസ് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെയ്യുകയും ചെയ്യാ, ചെയ്യാതിരിക്കുകയും ചെയ്യാം. അപ്പൊ പല വാദപ്രയോഗത്തും നമ്മൾ ചോദിച്ചു, നിങ്ങളൊരാൾ മരിച്ചുപോയി, അള്ളാനെയും വിളിച്ചു, ഔലിയാക്കന്മാരെയും വിളിച്ചു, അമ്പിയാക്കളെയും വിളിച്ചു. ഞങ്ങളൊരാൾ മരിച്ചുപോയി, അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചു. രണ്ടാളും മരിച്ചു എന്നാ ഒരുപോലെ എന്നല്ലേ ജായിസാണെന്ന അർത്ഥം? അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചോന്ന് പ്രത്യേക കൂലിയില്ല, അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കണേ ഒഴിവാക്കി ജീവിച്ചോന്ന് പ്രത്യേക ശിക്ഷയില്ല. എന്തിനാ പിന്നെ നമ്മൾ ഈ സമുദായത്തിൽ ഇങ്ങനെ കുഴപ്പമുണ്ടാക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചോദിച്ചു. ഉത്തരം മുട്ടിയപ്പോൾ മുസ്ലിയാക്കന്മാര് ജായിസിനെ ഒന്നുകൂടി കനപ്പിച്ചു. വെറും ജായിസ് മാത്രമല്ല, കൂടുതൽ ഫലപ്രദമാണ്. ഇപ്പൊ പറയുന്നത് പുണ്യകർമ്മമാണ്. ഉദ്ധരിക്കുന്ന തെളിവ് കേട്ട ഇസ്തിഗാസ ഉജൂബാണ്. അവിടേക്കാപ്പോ കുബൂരി ഗ്രൂപ്പുകൾ വാദിച്ച് 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 എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തർക്കം വന്നാൽ എന്തു വേണം? തർക്കത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. വല്ല കാര്യത്തിലും നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായാൽ നിങ്ങൾ ആ കാര്യത്തെ അള്ളാഹുവിലേക്ക് മടക്കണം, അഥവാ അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആനിലേക്ക് മടക്കണം. വറസൂൽ, പ്രവാചകനിലേക്ക് മടക്കണം. പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ പ്രവാചകനോട് നേരിട്ട് പോയി ചോദിക്കാം. പ്രവാചകന്റെ വഫാത്തിന് ശേഷമാണെങ്കിലോ ഇലാ സുന്നത്തിഹി ബഅദ വഫാത്തിഹി, തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയിലേക്ക് മടക്കണം അവിടുത്തെ വഫാത്തിന് ശേഷം. ഇതാണ് പരിശുദ്ധ ഖുർആനും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ തർക്ക വിഷയം വന്നാൽ അള്ളാഹുവിലേക്ക് മടക്കണം, അള്ളാഹുവിന്റെ കിതാബിലേക്ക് മടക്കണം, അഥവാ ഖുർആൻ അനുസരിച്ച് പരിഹരിക്കണം. പിന്നെ ഖുർആനിന്റെ ആധികാരിക വ്യാഖ്യാനമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അനുസരിച്ച് പരിഹരിക്കണം. ശരി, നമുക്ക് പരിശോധിക്കാമല്ലോ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന തത്വം എന്താ? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ തത്വം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അല്ലേ? എല്ലാ അമ്പിയാക്കളും ഐക്യപ്പെട്ട് പറഞ്ഞ തത്വം. മുസ്ലിം സംഘടനകളൊക്കെയും മദ്രസയിൽ പഠിപ്പിക്കുന്നു ഒന്നാമത്തെ കലിമ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ, ഒരു ഇലാഹുമില്ലെന്ന്, ഇല്ലല്ലാഹു, അല്ലാഹു ഒഴികെ, ആരാധനക്കർഹനായി അല്ലാഹു ഒഴികെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതാണ് എല്ലാവരും മദ്രസയിൽ പഠിപ്പിക്കുന്നത്. അർത്ഥവും ഒരേ രൂപത്തിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇലാഹിന്റെ അർത്ഥം ചില ആളുകളൊന്നും വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അൽ മുസ്തഹിഖുൽ ഇബാദ, ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായും ഒരു മുസ്ലിമിന്റെ ഇബാദത്തുകൾ അഖിലവും അള്ളാഹുവിന്റെ മാത്രമായിരിക്കണം. ഇബാദത്തിന്റെ ചെറുതും വലുതുമായ മുഴുവൻ അംശങ്ങളും അള്ളാഹുവിന് മാത്രം അർപ്പിച്ചാൽ മാത്രമേ ഒരാൾ മുഅ്മിനാവുകയുള്ളൂ. ഇതാണ് ഇബാദത്തിനെ സംബന്ധിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായും ഓരോ മുസ്ലിമും ഇവിടെ ചോദിക്കേണ്ടതുണ്ട്, സ്വയം ചോദിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമുണ്ട്, എന്തൊക്കെയാണ് ഇബാദത്ത്. കാരണം എന്തൊക്കെ ഇബാദത്താണെന്ന് മനസ്സിലാക്കി അതൊക്കെയും അള്ളാഹുവിന് അർപ്പിക്കണം. നിസ്കാരം ഇബാദത്താണ്, നോമ്പ് ഇബാദത്താണ്, സക്കാത്ത് ഇബാദത്താണ്, എല്ലാവർക്കും അറിയാവുന്നതാണതൊക്കെ. പക്ഷെ അത് മാത്രമല്ല ഇബാദത്ത്, ദുആയും ഇബാദത്താണ്. ഇത് പലപ്പോഴും മുജാഹിദുകൾ അല്ലാത്ത ആളുകൾക്ക് വേണ്ടതുപോലെ മനസ്സിലായിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഞങ്ങൾ എതിരോ? ഞങ്ങൾ നിസ്കരിക്കണം അള്ളാഹ്ക്കും വേണ്ടിയല്ലേ, ഞങ്ങൾ നോമ്പെടുക്കണം അള്ളാഹ്ക്കും വേണ്ടിയല്ലേ, ഞങ്ങൾ ഹജ്ജ് ചെയ്യണം അള്ളാഹ്ക്കും വേണ്ടിയല്ലേ, പിന്നെ എവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഞങ്ങൾ എതിര് ചെയ്യുന്നത്? അപ്പോ ഇബാദത്തുകളെ കൂട്ടത്തിൽ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും മാത്രമേ അവർ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതുപോലെയുള്ളൊരു ഇബാദത്താകുന്നു ദുആ. ആരാധന എന്ന് പറയുന്ന ഇബാദത്ത് അതോടെ വ്യാപകമായ അർത്ഥത്തിലുള്ള പ്രയോഗമാണ്. അതിന്റെ പല ഇനങ്ങളാണ് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. അതിൽപ്പെട്ട ഒരു ഇനമാകുന്നു ദുആ. റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, വഅലം അന്ന ദുആ നൗഉം മിൻ അൻവാഇൽ ഇബാദ. സൂറത്ത് അഅറാഫിൽ 55-ാം വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ നീ മനസ്സിലാക്കണം,
ദുആ എന്നത് ഇബാദത്തിന്റെ ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനമാകുന്നു. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം തന്നെ എഴുതി, ഫകമാ അന്നഹു സുബ്ഹാനഹു വ തആല അമറ ബിസ്സലാത്തി വസ്സൗമി ഫകദാലിക അമറ ബിദ്ദുആ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കണമെന്ന് കൽപ്പിച്ചു, നോമ്പെടുക്കണമെന്ന് കൽപ്പിച്ചു, അതുപോലെ ദുആ ചെയ്യണമെന്നും കൽപ്പിച്ചു. അപ്പൊ നിസ്കാരം പോലെ നോമ്പ് പോലത്തെ ഒരു ഇബാദത്തിന്റെ ഇനമാകുന്നു ദുആ എന്ന് പണ്ഡിതന്മാരൊക്കെയും വിശദീകരിച്ചിട്ടുണ്ട്. പള്ളി ദർസ് ഭാഷയിൽ പറഞ്ഞ ഇബാദത്ത് ആമാണ്, അതിലെ ഖാസായ ഒരു കാര്യമാകുന്നു ദുആ എന്നത്. ഫത്ഹുൽ ബാരിയിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്ന ദുആ അഖസ്സു മിനൽ ഇബാദ. ദുആ എന്നത് ഇബാദത്തിന്റെ ആമല ഖാസാണ്. ഫമൻ ഇസ്തക്ബറ അനിൽ ഇബാദ, ആരെങ്കിലും ഇബാദത്ത് ചെയ്യാതെ അഹങ്കരിച്ചാൽ ഇസ്തക്ബറ അനി ദുആ, അവൻ ദുആയിൽ നിന്ന് അഹങ്കരിച്ചു എന്ന് പറയാവുന്നതാണ്. ഇത് മുജാഹിദ് പ്രസ്ഥാനം പണ്ടേ പഠിപ്പിച്ചു പോന്നിട്ടുണ്ട്. അദ്ദുആ ഹുവൽ ഇബാദ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അസ്ഹാബുസ് സുനൻ, അതായത് അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ, നസായി തുടങ്ങിയ 4 അസ്ഹാബുസ് സുനനും ഇമാം അഹ്മദും ഇബ്നു അബീ ശൈബയും ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ് ഇന്ന ദുആ ഹുവൽ ഇബാദ. പ്രാർത്ഥന അതാകുന്നു ആരാധന. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തെളിവെന്നോണം ഒരു ആയത്ത് ഓതി കൊടുത്തു. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നെ വിളിച്ചു തേടൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എനിക്ക് ഇബാദത്ത് എടുക്കുന്നതിൽ നിന്നും ആരെങ്കിലും അഹങ്കരിച്ചു മാറി നിന്നാൽ അവർ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. കണ്ടോ, എന്നെ വിളിച്ചു തേടൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അത് അള്ളാഹു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ലോകത്ത് വേറാരും പറഞ്ഞിട്ടില്ല. വേറാർക്കും അത് പറയാൻ അർഹതയോ അവകാശമോ ഇല്ല, ആരും അത് പറയുകയുമില്ല. അപ്പൊ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്നും ആ പ്രാർത്ഥന ഇബാദത്താണെന്നും ഈ ആയത്തിൽ തന്നെ തെളിവുണ്ട്. ഉദ്ഊനി എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചാണ് പിന്നീട് ഇബാദത്തി എന്ന അതേ ആയത്തിൽ തന്നെ എടുത്തു പറഞ്ഞത്. മാത്രമല്ല, പ്രാർത്ഥിക്കുക എന്നത് മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണ്. മനുഷ്യൻ എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിക്കട്ടെ, സാമ്പത്തികമായും വൈജ്ഞാനികമായും ആരോഗ്യപരമായും ഒരുപാട് നേട്ടങ്ങൾ മനുഷ്യൻ കൈവരിച്ചാലും അള്ളാഹുവിനോട് തേടുക എന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവന് കഴിയില്ല. യാ അയ്യുഹന്നാസ് അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. മനുഷ്യരെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. എനിക്ക് അള്ളാന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ഞാൻ തന്നെ മതി എന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. നിങ്ങളെല്ലാവരും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അള്ളാഹു മാത്രമാകുന്നു സ്തുത്യർഹനായ ഐശ്വര്യവാൻ. ആരുടെയും ആവശ്യമില്ലാത്തവൻ അള്ളാഹു മാത്രമാകുന്നു. അപ്പൊ പ്രാർത്ഥിക്കുക എന്നത് മനുഷ്യ പ്രകൃതിയുടെ തേട്ടമാണ്. എപ്പോഴും മനുഷ്യൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അള്ളാഹു എന്നോട് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ മറ്റാരോടും പ്രാർത്ഥിക്കരുത് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു, അള്ളാഹുവോടൊപ്പം നിങ്ങൾ മറ്റാരോടും പ്രാർത്ഥിക്കരുത്. ഒരുപാട് കാലം മുസ്ലിയാക്കന്മാർ ഈ ആയത്തിനെ കളിയാക്കി ഓൽക്കൊണ്ടൊരു വഅന്നൽ മസാജിദ ലില്ലാഹ്. അവസാനം ആലുവ സംവാദത്തിൽ അഹ്സനി തന്നെ ഓതി അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ഖുർആൻ പഠിപ്പിക്കുന്നു എന്നിട്ട് ഈ ആയത്താ ഓതിയത്. എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനെ വിലക്കുകയും സൃഷ്ടികളോട് ദുആ ചെയ്യുന്നതിലെ വിഡ്ഢിത്തം ഓർമ്മപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന ഈ തത്വം അത് അനുചിതമായ മുദ്രാവാക്യമാണെന്നും ഒരിക്കലും ഉചിതമായ ഒരു മുദ്രാവാക്യമല്ലെന്നും ആ അനുചിതമായ മുദ്രാവാക്യമാണ് അമ്പിയാക്കൾ അഖിലവും പറഞ്ഞത് എന്നത് അത് അമ്പിയാക്കളെ കുറിച്ചുള്ള ദുരാരോപണമാണെന്നും ഒരൊറ്റ നബിയും ഒരൊറ്റ വേദഗ്രന്ഥവും പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പഠിപ്പിച്ചിട്ടില്ലെന്നുമാണ് കേരള സുന്നി ജമാഅത്തിന്റെ വലിയ വായാടി മുസ്ലിയാർ പ്രസംഗിച്ചു നടക്കുന്നത്. ആദ്യമായി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്ന ക്ലിപ്പ് അതാണ്, ഒന്ന് കേട്ടോളൂ. 24,000 അമ്പിയാക്കന്മാരും ഈ അനുചിതമായ മുദ്രാവാക്യം മുടക്കാനാണ് വന്നതെന്നും ഇത് ലോകത്ത് സ്ഥാപിക്കാനാണ് വന്നതെന്നും ആദം നബി മുതൽക്കുള്ള പ്രവാചകന്മാരെ കുറിച്ചെല്ലാം പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ആരോപണമാണ്, ദുരാരോപണം. ഈ വ്യർത്ഥമായ അർത്ഥശൂന്യമായ വാചകങ്ങളൊന്നും അമ്പിയാക്കന്മാർ പഠിപ്പിക്കൂല. ഇതുകൊണ്ട് ഒരൊറ്റ നബിയും ആ ശബ്ദം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു വാക്യം ഒരു വേദത്തിലും ഇല്ലതാനും. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്ന ഒരു വാക്യം ഒരു വേദത്തിലും പഠിപ്പിച്ചിട്ടില്ല. ഒരു വേദത്തിലും അതിന് സമാനമായ ശബ്ദമില്ല. ഇത്തരം ഒരു ശബ്ദം പഠിപ്പിക്കാനാണ് അമ്പിയാക്കന്മാർ വന്നത് എന്ന് പറയല് പിന്നല്ലേ?
വിശുദ്ധ ഖുർആൻ പറയുന്നത് നബിമാരെ ഒക്കെ വിട്ടത് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. കണ്ടോ, അനുചിതമായ മുദ്രാവാക്യമാണത്. ഒരൊറ്റ നബിയും പറഞ്ഞിട്ടില്ല, ഒരൊറ്റ വേദത്തിലും വന്നിട്ടില്ല. ആ വേദം ഓതി മറിഞ്ഞ ആളാ മുപ്പര്. 4 വേദം ഓതി മറിഞ്ഞ ആളാ. ഒരൊറ്റ വേദത്തിലും പറഞ്ഞിട്ടില്ല. മറ്റ് വേദത്തിലൊന്നും പറഞ്ഞ് നമുക്ക് നോക്കേണ്ട ആവശ്യമല്ല, അതെല്ലാം മൻസൂഖായ വേദങ്ങളാ. ഖുർആനാകുന്ന വേദത്തിൽ എന്താ പറഞ്ഞത്? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പറയൂ പ്രവാചകരെ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനോട് കൂടെ ഞാൻ മറ്റാരെയും പങ്കു ചേർക്കുന്നതല്ല. ആരും ശിർക്ക് വെക്കൂല, അവനോട് മാത്രമേ ദുആ ചെയ്യുള്ളൂ. എന്നിട്ട് ഈ പോയത്തക്കാരൻ പറഞ്ഞെന്താ? പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന അനുചിതമായ അർത്ഥശൂന്യമായ, കുറെ മലയാളം താൻ പഠിച്ചിട്ടുണ്ടെന്ന് വരുത്തി തീർക്കുക, അർത്ഥശൂന്യമായ ഈ വാക്യം ഒരൊറ്റ വേദത്തിലും ഇല്ല. എന്തൊരു ധൈര്യമാണ്! ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണത് കേൾക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പഠിപ്പിച്ചിട്ടുള്ളൊരു തത്വം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ വേദമല്ല നേറ്റേ പറയോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി അല്ല നേറ്റേ പറയോ? അതായിരിക്കൂല. അവിടെ ദുആക്ക് പ്രാർത്ഥന അർത്ഥമല്ല എന്നാകും ഒരു പക്ഷേ മുസ്ലിയാക്കൾ പറയാ. അങ്ങനെയാണെങ്കിൽ പറയട്ടെ, തെളിയിക്കട്ടെ. അമ്പിയാക്കളൊക്കെ പറഞ്ഞത് ഇതാണ്. അമ്പിയാക്കളൊക്കെ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ ആരാധനക്ക് അർഹനില്ല, അതുകൊണ്ട് എനിക്ക് ഇബാദത്തെടുക്കണം, അള്ളാഹുവിന് മാത്രം ഇബാദത്തെടുക്കണം എന്നാണ് അമ്പിയാക്കൾ പറഞ്ഞത്. അള്ളാഹുവിന് മാത്രം പ്രാർത്ഥിക്കണം എന്ന് ഒരു നബിയും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന് മാത്രം ഇബാദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മതി. അപ്പൊ തന്നെ ആളുകൾക്ക് മനസ്സിലായി എന്ത്? ദുആ പാടില്ല. കാരണം എന്താ? തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലാഹുവല്ലാത്തവർക്കുള്ള ദുആ അവർക്കുള്ള ഇബാദത്താണ് എന്ന് അമ്പിയാക്കളുടെ പ്രബോധിത സമൂഹത്തിന് എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ അബൂജഹൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കൂട്ടാക്കാതിരുന്നത് എന്തുകൊണ്ടാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വം ഞാൻ അംഗീകരിച്ചാൽ പിന്നെ എനിക്ക് ലാത്തനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല, എനിക്ക് ഉസ്സനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല, എനിക്ക് ഇബ്രാഹിം നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥം ശരിക്കും മനസ്സിലായി അബൂജഹലിന്. മനസ്സിലായില്ലേ? അപ്പൊ ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ തന്നെ അമ്പിയാക്കളുടെ സമൂഹത്തിന് മനസ്സിലായി അല്ലാഹു അല്ലാത്തവർക്ക് ആരാധന ചെയ്യാൻ പാടില്ല.